ഹലോ മക്കൾ, സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളെ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പലപ്പോഴും പല കുട്ടികൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നമ്മളെ ചാപ്റ്ററിന്റെ പേര് കറണ്ട് ഇലക്ട്രിസിറ്റി, ധാരാവൈദ്യുതി. ഈ ധാരാവൈദ്യുതി എന്ന ചാപ്റ്ററിനകത്ത് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് സെല്ലുകളുടെ സംയോജനം, കോമ്പിനേഷൻ ഓഫ് സെൽ. അല്ലെ, സെല്ലുകൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ബന്ധിപ്പിക്കാം, അങ്ങനെ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കുന്ന ജെയ്ക്കാണ് നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. അപ്പൊ സെല്ലുകളുടെ സംയോജനം എന്ന് പറഞ്ഞാൽ, കോമ്പിനേഷൻ ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സീരീസ് കണക്ഷൻ, മറ്റൊന്ന് പാരലൽ കണക്ഷൻ. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രേണി രീതിയാണ്, മറ്റൊന്ന് പറഞ്ഞാൽ സമാന്തര രീതിയാണ്. ഈ രണ്ട് കണക്ഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. അമ്മീറ്റർ, ഇങ്ങനെ ഒരു സിമ്പൽ കണ്ടാൽ, ഈ ഒരു പ്രതീകം കണ്ടാൽ അത് അമ്മീറ്റർ ആണ്. ഒരു റൗണ്ട് വരച്ചിട്ട് വി അടയാളപ്പെടുത്തി അത് വോൾട്ടിമീറ്റർ ആണ്. അമ്മീറ്റർ എപ്പോഴും മറന്നു പോവരുത്. അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ വോൾട്ടിമീറ്റർ എപ്പോഴും എങ്ങനെ ആയിരിക്കണം, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഓർത്തു വെക്കുക. അതിനു വേണ്ടി മാത്രം ഞാൻ ഒരു ചെറിയ പോയിന്റ് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് പഠിക്കുന്ന ഏതാണ്, കോമ്പിനേഷൻ ഓഫ് സെൽ, സെല്ലുകളുടെ സംയോജനം. അത് രണ്ട് രീതിയിലാണ്. അപ്പൊ ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ഇത് ഇങ്ങനത്തെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, ബാറ്ററി എന്നാണ് പറയാ അല്ലെ. പക്ഷെ യഥാർത്ഥത്തിൽ ഫിസിക്സ് പരമായിട്ട് നമ്മൾ ഇതിന് എന്താ പറയാ, സെൽ എന്നാണ് പറയാം. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയേണ്ടത്, അതിനെ ബാറ്ററി എന്ന് പറയാം. അപ്പൊ ഈ ഒരു സെല്ലിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയാണ് പോസിറ്റീവ് വരുന്നത്, അതിന്റെ തൊട്ട് ബാക്കിലുള്ളതിനാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രതീകം എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് വരയ്ക്കുക, ഒരു വലിയൊരു ലീഡും ചെറിയ ലീഡും, വലിയൊരു കാലും ചെറിയൊരു കാലും. വലിയ കാലം നമ്മൾ പോസിറ്റീവ് എന്ന് പറയും, ചെറിയ കാലം നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് എന്ന് പറയുന്നു. അപ്പൊ ഇതുകൂടി ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ആരും മറന്നു പോരുത് മക്കൾ. ആർക്കും ഒരു കുഴപ്പവും ബുദ്ധിമുട്ടും മനപ്രയാസമില്ലല്ലോ. അങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള സെല്ലുകളെ നമുക്ക് രണ്ട് രീതിയിൽ ബന്ധിപ്പിക്കാം. ഒന്ന് സീരീസ് കണക്ഷൻ, മറ്റൊന്ന് പാരലൽ കണക്ഷൻ, ശ്രേണി രീതിയും സമാന്തര രീതിയും. അങ്ങനെയെങ്കിൽ ആദ്യത്തെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രേണി രീതിയിൽ, അതായത് സീരീസ് കണക്ഷൻ ആണ്. ഇതാ നമുക്ക് ഇവിടെ 3 സെല്ലുകൾ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 സെല്ലുകളെ ഒരു സെല്ലിന്റെ പോസിറ്റീവ് തൊട്ടടുത്ത സെല്ലിന്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു, വീണ്ടും അടുത്ത പോസിറ്റീവ് തൊട്ടടുത്ത സെല്ലിന്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരൊറ്റ നിരയായി, ഒരൊറ്റ വരിയായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, സീരീസ് കണക്ഷൻ അല്ലെങ്കിൽ ശ്രേണി രീതി എന്ന് പറയാം. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശ്രേണി രീതി ആയതുകൊണ്ട് തന്നെ കറണ്ടിന് സഞ്ചരിക്കാൻ, എന്റെ പൊന്നുമക്കൾ ഇവിടെ ശ്രദ്ധിക്കൂ, വൈദ്യുതി കറണ്ടിന് സഞ്ചരിക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ സെല്ലിലെയും കറണ്ട് എങ്ങനെയായിരിക്കും, ഓരോ സെല്ലിലെയും കറണ്ട് എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. കാരണം കറണ്ടിന് പാസ് ചെയ്യാൻ എന്താണ്, ഓരോ സെല്ലുകളിലുള്ള കറണ്ട് എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ ഐ എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പൊ കറണ്ടിന് പാസ് ചെയ്യാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഒരു സെല്ലിന്റെ വോൾട്ടേജ്, ഒരു സെല്ലിന്റെ EMF എന്ന് പറഞ്ഞാൽ 1.5 ആണ്. രണ്ടാമത്തെ സെല്ലിന്റെ 1.5 ആണ്, അടുത്ത സെല്ലിന്റെ 1.5 ആണ്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ആഡ് ചെയ്താൽ മതി. 1.5 പ്ലസ് 1.5 പ്ലസ് 1.5, ഇതൊരു കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, ടോട്ടൽ 4.5 വോൾട്ട് എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ 4.5 വോൾട്ട്. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് കാണാൻ പറഞ്ഞാൽ എത്ര സെല്ലുകൾ നമ്മൾ ഇവിടെ ബന്ധിപ്പിച്ചിട്ടുണ്ടോ അത്രയും സെല്ലുകളുടെ EMF എന്ത് ചെയ്യുന്നു, ടോട്ടലോട് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, വോൾട്ടേജ് കൂടുന്നു. അങ്ങനെയെങ്കിൽ ഒരു സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് എപ്പോഴും കൂടുതലായിരിക്കും ഓർത്തേക്കുക. ഒരു സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതോടൊപ്പം ഓരോ സെല്ലുടെ കറണ്ട് എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും, തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും ഓർത്തേക്കുക. ഈ രണ്ട് പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ സെല്ലുകളും ഇങ്ങനെ എത്ര രീതിയിലും വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ടോട്ടൽ EMF കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരെ ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അത്ര ഈസിയാണ്, ആർക്കൊരു കുഴപ്പവും ബുദ്ധിമുട്ടും മനപ്രയാസം ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്റെ പൊന്നുമക്കൾ, അടുത്ത മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് ഇന്റേണൽ റെസിസ്റ്റൻസ്, അതായത് ആന്തരിക പ്രതിരോധം എന്ന് പറഞ്ഞാൽ, ആന്തരിക പ്രതിരോധം എപ്പോഴും എങ്ങനെ ആയിരിക്കും, കൂടുതലായിരിക്കും ഓർത്തേക്കുക. ആന്തരിക പ്രതിരോധങ്ങൾ എപ്പോഴും എന്തായിരിക്കും,
കൂടുതലായിരിക്കും. അപ്പൊ ഈ 3 പോയിന്റ് ശ്രേണി രീതിയിൽ എന്റെ പൊന്നുമക്കൾസ് നിർബന്ധമായിട്ട് പഠിക്കണം. അതായത് ടോട്ടൽ വോൾട്ടേജ് കാണാൻ പറഞ്ഞാൽ എത്ര സെല്ലുകൾ ഉണ്ടോ ആ സെല്ലുകളൊക്കെ ബന്ധിപ്പിച്ചാൽ ആ സെല്ലുകളുടെ EMF എത്രയാണ് അത് നേരിട്ട് ആഡ് ചെയ്താൽ മതി. അതായിരിക്കും അവിടുത്തെ ടോട്ടൽ EMF അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി കറണ്ടിന് സഞ്ചരിക്കാൻ എപ്പോഴും ഒറ്റ വഴികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കറണ്ടിന് പാസ് ചെയ്യാൻ എപ്പോഴും എന്താണ് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ സെല്ലിൽ ഉണ്ടാകുന്ന കറണ്ട് എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും ഓർത്തേക്കുക. അടുത്ത ശ്രദ്ധിക്കേണ്ടത് സെല്ലുകൾ ഇങ്ങനെ സീരീസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ലെങ്ത് അങ്ങനെ കൂടും. അതുകൊണ്ട് ഇവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആന്തരിക പ്രതിരോധം എപ്പോഴും എന്തായിരിക്കും കൂടുതലായിരിക്കും. ഇതാണ് ശ്രേണി രീതിയിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 3 പോയിന്റ്. അങ്ങനെയെങ്കിൽ സമാന്തര രീതി പാരലൽ കണക്ഷൻ നമുക്ക് ഇതേപോലെ 3 പോയിന്റുകൾ പഠിക്കാനുണ്ട്. സമാന്തര രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്തു 3 സെല്ലുകൾ ഇങ്ങനെ കണക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഓരോ സെല്ലുകളിലേക്ക് എന്ത് ചെയ്തു ഇങ്ങനെ ഒരു വയറിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തു വിചാരിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ് താഴെ ഭാഗത്തൊക്കെ നെഗറ്റീവാണ്, മുകൾ ഭാഗത്തൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ഒക്കെ ഒരു സൈഡിലും നെഗറ്റീവ് ഒക്കെ ഒരു സൈഡിലും വരുന്ന ഇത്തരത്തിലുള്ള ഒരു കണക്ഷനാണ് നമ്മൾ എന്ത് പറയുക സമാന്തര രീതിയിലെ കണക്ഷൻ, പാരലൽ കണക്ഷൻ. നേരത്തെ സീരീസ് കണക്ഷൻ അങ്ങനെ ആയിരുന്നോ? അല്ല. എങ്ങനെയായിരുന്നു? ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. പക്ഷെ ഇവിടെ എന്താണ് പാരലൽ കണക്ഷനിൽ പോസിറ്റീവ് ഒക്കെ ഒരു സൈഡിലും നെഗറ്റീവ് ഒക്കെ ഒരു സൈഡിലും ഇങ്ങനെ കണക്ട് ചെയ്താൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറണ്ടിനൊക്കെ പാസ് ചെയ്യാൻ ഡിഫറെന്റ് വഴികളാണ്. കറണ്ടിന് നേരത്തെ ശ്രേണി രീതിയിൽ ഒറ്റ വഴിയിലൂടെ മാത്രമേ കറണ്ട് പാസ് ചെയ്യുള്ളൂ. പക്ഷേ പാരലൽ കണക്ഷനിൽ കറണ്ടിന് സഞ്ചരിക്കാൻ എന്താണ് വ്യത്യസ്ത വഴികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ I എന്തായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും, വ്യത്യാസമായിരിക്കും ഓർത്തേക്കാം. ഇനി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ദാ ഈ 2 എൻഡിലുള്ള വോൾട്ടേജ് ആണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ വോൾട്ടേജാണ് കാണുന്നത്. അപ്പൊ അവിടുത്തെ വോൾട്ടേജ് 1.5 ആണ്. ഈ ബാറ്ററിയുടെ എൻഡിലുള്ള വോൾട്ടേജും എന്താണ് 1.5 ആണ്. ഈ സെല്ലിന്റെ 2 കണക്ഷനിലെ വോൾട്ടേജ് എത്രയാണ് 1.5. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ EMF എത്രയെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ടോട്ടൽ EMF കാണാൻ പറഞ്ഞാൽ ഒരേ അളവിലുള്ള സെല്ലുകളാണെങ്കിൽ ടോട്ടൽ EMF കാണാൻ പറഞ്ഞാൽ ഒന്നിന്റെ EMF മാത്രം എടുത്താൽ മതി. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മക്കളെ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. സീരീസിലാണെങ്കിൽ ടോട്ടൽ EMF കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ടോട്ടൽ EMF നേരിട്ട് ഒരു കൂട്ടിയാൽ മതി, ആഡ് ചെയ്താൽ മതി അല്ലേ. പക്ഷെ പാരലൽ കണക്ഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. പാരലൽ കണക്ഷനിൽ നമ്മളുടെ ടോട്ടൽ EMF ടോട്ടൽ വോൾട്ടേജ് കാണാൻ പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണ് ഒരേ സെല്ലിലുള്ള EMFകളാണെങ്കിൽ, അതായത് ഒരേ EMF ഉള്ള സെല്ലുകളാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ 1.5 ആണ്, ഇതും 1.5, ഇതും 1.5. അങ്ങനെ ഒരു 10 സെല്ലുകൾ കണക്ട് ചെയ്ത് വിചാരിക്കുക. ടോട്ടൽ EMF കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരൊറ്റ EMF ഒറ്റ സെല്ലിന്റെ EMF എടുത്താൽ അത്രേ ഉള്ളൂ. അതായത് ശ്രദ്ധിക്കേണ്ട എത്രേ ഉള്ളൂ. അതായത് 2 അഗ്രങ്ങൾക്കിടയിലുള്ള വോൾട്ടേജ് ആണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് കാണുമ്പോൾ അവിടുത്തെ ഒരു സെല്ലിന്റെ EMF എത്രയാണ് 1.5 ആണ്. അങ്ങനെയൊക്കെ അതായിരിക്കും. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ചിത്രത്തിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ സമാന്തര രീതിയിലുള്ള കണക്ഷൻ. അപ്പൊ ശ്രദ്ധിക്കുക, സമാന്തര രീതിയിൽ എന്താ കറണ്ട് എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ വോൾട്ടേജ് എന്തായിരിക്കും അപ്പോൾ വോൾട്ടേജ് എന്തായിരിക്കും സെയിം ആയിരിക്കും എന്ന് ഓർത്തേക്കുക. അതോടൊപ്പം തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും ആന്തരിക പ്രതിരോധങ്ങൾ എപ്പോഴും എന്തായിരിക്കും ആന്തരിക പ്രതിരോധം എപ്പോഴും കുറവായിരിക്കും. അപ്പൊ ഈ ഒരു സമാന്തര രീതിയിൽ 3 പോയിന്റ് ഓർത്തേക്കുക. കറണ്ടിന് പാസ് ചെയ്യാൻ വ്യത്യസ്ത വഴികളുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. കറണ്ടിന് പാസ് ചെയ്യാൻ വ്യത്യസ്ത വഴി, അതുകൊണ്ട് I എന്താണ് ഡിഫറൻ്റ് ആണ്. ഇനി വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും ഒരു സെല്ലിന്റെ EMF എടുത്താൽ അപ്പോൾ വോൾട്ടേജ് എപ്പോഴും സെയിം ആയിരിക്കും. 3ാമത്തെ പോയിന്റ് ആന്തരിക പ്രതിരോധം ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും കുറവായിരിക്കും. ഈ 3 പോയിന്റ് ശ്രേണിയിലും സീരീസിലും സമാന്തരം പാരലൽ ഈ 3 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് 10ാം ക്ലാസ്സിലും അടുത്ത പ്രാവശ്യമൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ബേസ് ചെയ്തിട്ടുള്ള ആ പോയിന്റുകൾ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആക്കി. എന്താണ് ആകെ EMF സർക്യൂട്ടൽ സെല്ലുകളുടെ EMFന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കണം. ഇംഗ്ലീഷ് മീഡിയത്തിനോട് ഉണ്ട്. ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി EMF ഓഫ് ഓൾ ദ സെൽ, എല്ലാ സെല്ലിന്റെയും EMF ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ എല്ലാ സെല്ലുകളും കൂട്ടിയാൽ മതി അല്ലെ. ഇനി ഒരേ EMF ഉള്ള സെല്ലുകളാണെങ്കിൽ ആകെ EMF എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലെ സെല്ലിന് തുല്യമായിരിക്കും. സർക്യൂട്ടിലെ ഒരു സെല്ലിന് തുല്യമായിരിക്കും. ഇവിടെ കണ്ടില്ലേ സെയിം ആസ് ദാറ്റ് ഓഫ് സിംഗിൾ സെൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെല്ലുടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമായിരിക്കും. സർക്യൂട്ടിൽ ആകെ കറണ്ട് സെല്ലുകളുടെ വിഭജിച്ച് പ്രവഹിക്കുന്നു. കാരണം പാരലൽ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ നോക്കൂ, കറണ്ട് പാസിംഗ് ത്രൂ ഈച്ച് സെൽ
സെയിം ആയിരിക്കും. ഇവിടെ എന്താണ് ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് സർക്യൂട്ട് അപ്പ് സ്പ്ലിറ്റ് അപ്പ് ഓഫ് ഫ്ലോ ത്രൂ ദി ഈച്ച് സെൽ, ഓരോ സെല്ലിലൂടെയും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ടോട്ടൽ ഇൻക്രീസ് എന്താണ്, ടോട്ടൽ വോൾട്ടേജ്, അതായത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, വെരി ലോ ആയിരിക്കും, ഓർത്തിരിക്കും. ഇനി കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഇൻക്രീസ് ഹൈ വോൾട്ടേജ്, അതായത് ഇവിടെ വോൾട്ടേജ്, ഇവിടെ കുറഞ്ഞ വോൾട്ടേജിൽ കൂടുതൽ സമയം ഇത് വർക്ക് ചെയ്യും പാരലൽ. നേരത്തെ സീരീസ് കണക്ഷൻ കൂടുതൽ വോൾട്ടേജിൽ എന്ത് ചെയ്യുന്നു, നല്ല ഷാറായിട്ട് എന്ത് ചെയ്യുന്നു, കറണ്ട് കൂടും. അതുകൊണ്ട് ബൾബിന്റെ പ്രകാശ തീവ്രതയൊക്കെ കൂടും. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഓർത്തേക്ക് മക്കളെ, സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഒരു സെൽ, ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിത്രം കൂടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനെ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ഉപയോഗിച്ച് ഇങ്ങനെ വരയ്ക്കാമാണെങ്കിൽ, അപ്പൊ ഇതൊക്കെ സീരീസ് കണക്ഷൻ. ഇനി പാരലൽ കണക്ഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെല്ലുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ എത്ര വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ പാരലൽ കണക്ഷൻ അങ്ങനെ അത് തിരിച്ചിങ്ങനെയൊക്കെ വരയ്ക്കാം, അതൊക്കെ നമ്മൾ ഇഷ്ടമാണ്. അപ്പൊ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 പോയിന്റുകൾ വീതം ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ചിത്രം തരികയാണ്. അതായത് നമ്മൾ സെല്ലുകളാണ് ഇപ്പോൾ സീരീസും പാരലും കണക്ട് ചെയ്ത്. ഇനി സെല്ലുകൾ മാത്രമാണോ, നമുക്ക് വേറെ ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യാം, സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും ഒക്കെ കണക്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇവിടെ B1 B2 B3 3 ബൾബുകൾ ഞാനൊരു സെല്ലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് ഏത് കണക്ഷൻ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷ്വൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക, നല്ല ലൈക്കും കമന്റുകളൊക്കെ, നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ എന്ത് ചെയ്യുക, നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇതിന്റെ ആൻസർ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്ന ആൻസർ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും